ലോകേഷിന്റെ കൂലി എന്ന് പറഞ്ഞ സിനിമേന്റെ റിവ്യൂലോട്ട് തന്നെ പോകാം. നമുക്ക് അതിന് പക്ഷേ ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷൻ കൂലി സിനിമേന്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം പറയാം, സിമ്പിൾ ആയിട്ട്. ഇപ്പൊ റീസെന്റ് പുറത്തിറങ്ങിയ ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ ആണെങ്കിലും കാർത്തിക് സുബ്രാജിന്റെ റിട്രോ ആണെങ്കിലും മണിരത്നത്തിന്റെ തക്കി ലൈഫ് ആണെങ്കിലും ഈ എല്ലാ സിനിമകളും നമുക്ക് ജസ്റ്റ് വൺ ടൈം കണ്ടിരിക്കാം. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പടവും തന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. അത് തന്നെയാണ് ഈ ലോകേഷിന്റെ കൂലി സിനിമയിൽ കാണാൻ പറ്റുന്നത്. കാരണം പൊതുവെ ലോകേഷ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. കാരണം അത്രയും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു സിനിമ സമ്മാനിക്കാൻ നമുക്ക്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഉടനീളമായിട്ട് സ്റ്റാർട്ടിങ് മുതൽ. പക്ഷേ ഈ ഒരു ലോകേഷിന്റെ കൂലി സിനിമ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഒരു കംപ്ലീറ്റ് ലോകേഷ് മൂവി ആവുന്നതാണ് എക്സ്പെക്ട് ചെയ്തത്. ഈ എ സർട്ടിഫിക്കറ്റും പിന്നെ സിനിമയിലെ കാസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ. പക്ഷെ അത് വെറും കണ്ണില് പൊടിയിടുന്ന അവസ്ഥയായിരുന്നു. കാരണം തിയേറ്ററിൽ പടം കാണുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിനുള്ള സാധനം ഒന്നുമില്ല ഈ സിനിമയില്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എൻഗേജ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിനിമയിലെ ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ടാണ് കൊണ്ടുപോയത്. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ പാട്ടാണെങ്കിലും മോണിക്ക പാട്ട്, ചിക്ക് വൈബ് പാട്ട്, പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല കിടിലനായ ഒരു ആവറേജ് സമ്മാനിക്കുന്ന ഒരു ഇന്റർവൽ ബ്ലോക്കും ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ഒരു കൊണ്ടുപോയത്. പക്ഷെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫും നല്ല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിൽ ആകെ ഉള്ളത് ആ ഒരു അമീർ ഖാൻ്റെ ഇൻട്രോയിൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അതൊരു കിടിലൻ സാധനമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് സീൻ ഉണ്ട് നമ്മുടെ രജനികാന്തിൻ്റെ പണ്ടത്തെ കൂലി വേഷത്തിൽ വരുന്ന ഒരു കിടിലൻ ഫ്ലാഷ് ബാക്ക്. അതിൻ്റെ കൂടെ തന്നെ ഡി ഏജിങ്, അതൊരു നെഗറ്റീവ് ഷെയ്ഡിൽ ആ ഒരു സാധനം അടിപൊളിയായിട്ടുണ്ട്. അത് തിയേറ്ററിൽ കാണാനുള്ള മുതലുണ്ട്. ആ ഡി ഏജിങ് സാധനം വേറെ ഒന്നും പടത്തിൽ ഓർമ്മിച്ച് നിൽക്കുന്ന ഒരു സാധനം പോലും ഇല്ല ഈ പടത്തിൽ അത്രയും മണിക്കൂർ. അതാണ് ഈ പടത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. കാരണം പൊതുവേ ഒരു ലോകേഷ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഇങ്ങനെ എടുത്തു പറയാനായിട്ട്. പക്ഷേ ഈ സിനിമയിൽ ആകെ പോസിറ്റീവായിട്ട് തോന്നിയ ഈ കാര്യങ്ങളാണ്. ഈവൻ നാഗാർജുനൻ്റെ ക്യാരക്ടറിന് പോലും ഒരു വലിയൊരു എന്താ പറയുക, പൊതുവേ ഈ ലോകേഷിൻ്റെ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടറിനും ഒരു എലിവേഷൻ ഉണ്ടാവും, അത്രയും ഹൈപ്പ് ഉണ്ടാവും. പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഓരോ എന്താ പറയുക, ഇതൊന്നും തരുന്നില്ല ഓരോ ക്യാരക്ടർ. സൗബിനുണ്ട്, ഉപേന്ദ്ര ഉണ്ട്, നാഗാർജുന ഉണ്ട്. ഇത്രയും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ട് പോലും നല്ല പോലെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈവൻ നമ്മുടെ അമീർ ഖാനെ വരെ, പുള്ളീനൊക്കെ സിനിമയിൽ ജസ്റ്റ് എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട റോൾ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു തല കാണിച്ചു പോകുന്ന അവസ്ഥയാണ് അമീർ ഖാനിന് വരെ. വേണമെങ്കിൽ ഊക്കി വിട്ടു എന്ന് പറയാം പുള്ളീനെ. അതാണ് അവസ്ഥ ഈ പടത്തിൻ്റെ മൊത്തം ഒന്ന് പറയുകയാണെങ്കിൽ. പിന്നെ രജനികാന്തിനെ ഈ നെൽസൺ എന്ന് പറഞ്ഞ ഡയറക്ടർ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പുള്ളി മെയിനായിട്ട് അതിൽ പുള്ളീൻ്റെ ആൾക്കാരെ വെച്ചിട്ടാണ് പുള്ളീൻ്റെ പകുതി ഫൈറ്റ് ആണെങ്കിലും പല കാര്യങ്ങളും ചെയ്യുന്ന ആ ഒരു സിനിമയിൽ. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ രജനികാന്തിന് ഈ വയ്യാത്ത സമയത്ത് പുള്ളി തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റ് സീനൊക്കെ നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ വളരെ ബോറാണ്. ഈവൻ ഈ ലോകേഷിൻ്റെ സിനിമകളിൽ നമ്മൾ എപ്പോഴും കാണുന്നൊരു പരിപാടിയാണ് ഏതെങ്കിലും ഒരു വിൻറ്റേജ് പാട്ടിട്ടിട്ട് ഫൈറ്റ് സീൻ ഉണ്ടാവും. ഈ സിനിമയിലും ഉണ്ട്. പക്ഷേ എപ്പോഴും പുള്ളീൻ്റെ ആ ഒരു സോങ്സ് വരുമ്പോൾ നമുക്കൊരു വൈബ് തരും. ഇപ്പം നമ്മുടെ ലിയോ സിനിമയിൽ കറുപ്പായി എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് നോക്കുകയാണെങ്കിൽ ഒരു വൈബ് തരുന്നുണ്ട്. പക്ഷെ ഇതിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പഴയ പാട്ടിടാൻ ആൾക്കാർ കണ്ടോളൂ എന്ന് പറഞ്ഞ മൈൻഡ് സെറ്റിലാണ് ലോകേഷ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട് മറന്ന ഏജന്റ് ടീനനെ പോലത്തെ ഒരു ക്യാരക്ടർ ഇതിൽ വരുന്നുണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല, സ്പോയിലറായി പോവും. അങ്ങനെ കണ്ട സാധനം തന്നെ വീണ്ടും പുള്ളീനെ മറ്റൊരു പടത്തിൽ പ്ലേസ് ചെയ്യുന്നു. അതൊക്കെ വളരെ ബോറ് പരിപാടിയാണ്. കാരണം നമ്മളത് കണ്ടു, നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആയി. ഇനിയും അത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല തിയേറ്ററുകളിൽ. ലോകേഷ് അണ്ണൻ ചിലപ്പോൾ വലിയൊരു സംഭവമായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് ആർക്കും അത് പിന്നെ തോന്നത്തില്ല. ഒരു സംഭവം നമ്മളൊരു സിനിമയിൽ കണ്ടാൽ പിന്നെ അത് കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നത്തില്ല. പിന്നെ നമ്മുടെ രജനീകാന്തിൻ്റെ സ്വാഗ് ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലയിടത്തൊക്കെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് നമ്മുടെ രജനീകാന്ത്. പിന്നെ നോക്കുകയാണെങ്കിൽ സൗബിൻ്റെ ക്യാരക്ടർ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളീൻ്റെ ക്യാരക്ടർ സൂപ്പർബാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ പടത്തിൽ ലോജിക്കായിട്ട് നിങ്ങളൊന്നും കാണരുത്. കാരണം ഈ പടത്തിൽ പല കാര്യങ്ങളും ലോജിക്ക് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ പല സീൻസ് ലോജിക്ക് തോന്നത്തില്ല. കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വേറെ, കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഒഴികെ നോക്കുകയാണെങ്കിലും ലോജിക്കലായിട്ട് നമുക്ക് പല കാര്യങ്ങൾ തോന്നി, ഇതെന്താ അങ്ങനെ, ഇവനെന്ത് ഇങ്ങനെയെന്ന്. കാരണം അതുപോലെയാണ് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ലോകേഷ് ചെയ്തിരിക്കുന്നത്. ഈ ലോജിക്കില്ല പല സ്ഥലത്തും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതെന്ത് ഇങ്ങനെയെന്ന്. അങ്ങനെ കുറേ ആസ്പെക്ട്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് സിനിമേൻ്റെ ആ ഒരു ആസ്വാദനം നമുക്ക് പല ഇടങ്ങളിലായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. പൊതുവെ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ എന്ന് എനിക്ക് ആണ്. പക്ഷെ എന്നാൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ തരത്തില്ല നമുക്ക് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോൾ. അതാണ് ഈ പടത്തിൻ്റെ പ്രശ്നം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ രജനീകാന്തിന് ഡി ഏജിങ് ഐറ്റം അതൊരു മുതൽ സാധനമാണ്. ഫ്ലാഷ് ബാക്ക് സീനിലൊക്കെ അത് കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ അത് വർക്കായിട്ടുണ്ട്.
പിന്നെ നോക്കുകയാണെങ്കിൽ ചിലയിടത്തൊക്കെ ചെറിയ ചെറിയ കോമഡി സീൻസ് വർക്കാക്കാൻ നോക്കിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ പടത്തിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ. പിന്നെ അതിൻ്റെ പുള്ളിക്കാരൻ നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുള്ളിന്റെ ഏത് സിനിമ വീക്കാണെങ്കിലും, സ്ക്രിപ്റ്റ് വീക്കാണെങ്കിലും, ആ ഒരു സ്ക്രീൻ പ്ലേയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ പുള്ളിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബീജിമും വന്നിട്ട് നല്ല പോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ ഈ സിനിമയിൽ വരെ ബീജിയം ഒക്കെ ചില സ്ഥലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്ലേസിംഗ് ഒക്കെ. ഇതിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പവർ ഹൗസ് എന്ന് പറഞ്ഞ മെയിൻ തീമും, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആമീർ ഖാനിന് കൊടുത്ത ഇൻട്രോ ബീജിയം, അതൊരു രക്ഷയില്ല മക്കളെ. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ കൊക്കി എന്ന് പറഞ്ഞ ആ ഒരു സ്കോറാണെങ്കിലും, പിന്നെ മൊബിസ്റ്റ ഒക്കെ ഓക്കെ കൊള്ളാം. അത് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, നമുക്ക് ലോകേഷിന് മറ്റൊരു സിനിമ. ഇപ്പൊ കേൾക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്, ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. എന്തായാലും വരും ദിവസങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വരാനും ചാൻസ് കാണുന്നുണ്ട്. ഇപ്പൊ പറയാൻ തോന്നി, ലോകേഷ് ഇനി കൂലിക്ക് ശേഷം ഇനി അദ്ദേഹം കൈദി 2 എന്നല്ല ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അമീർ ഖാൻ സിനിമയല്ലെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ കമൽ ഹാസൻ പ്രൊഡക്ഷൻ കമ്പനി, അതുപോലെ തന്നെ നമ്മുടെ രജനികാന്തുമായിട്ടൊരു സിനിമ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ലോകേഷ് അണ്ണ ആ ഒരു കൈദി 2 സിനിമ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഏത് സിനിമയ്ക്ക് വെച്ചാൽ പോകും? ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഫാൻസുകാരെ പ്രഷറൈസ് ചെയ്യല്ലേ നിങ്ങൾ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു സിനിമ റിവ്യൂലായിട്ട്. അതിന് പക്ഷേ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. കൂലി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് തന്നത് കൺബോക്സ് ചെയ്യപ്പെടുക മറക്കാതെ. കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു കിടിലൻ റിവ്യൂലായിട്ട്. സ്റ്റോക്ക് സീരീസ് സൈനിങ് ഓഫ്.